നമ്മളൊരു 1000 പടത്തിൽ കണ്ടിട്ടുള്ള ഒരു കഥ തന്നെയാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാതെ അതിങ്ങനെ കണ്ടിരിക്കാൻ പറ്റുന്ന ലൈറ്റായിട്ടാണ് എനിക്ക് കിങ്ഡം എന്ന പടം തോന്നിയത്. ഈ പടത്തിൻ്റെ ആ ഒരു റിസപ്ഷന് തന്നെ എന്നെ ആദ്യം ഞെട്ടിച്ചു. കാരണം ഞാൻ ഇങ്ങനത്തെ പടങ്ങൾ, പ്രത്യേകിച്ച് തെലുങ്ക് പടങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ തീരെ ആളുണ്ടാവില്ല. പ്രത്യേകിച്ച് ഫസ്റ്റ് ഡേ ഇനി എങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടായിരിക്കും 2-3 ദിവസം കഴിയുമ്പോൾ പിന്നെ ആൾ വരിക. പക്ഷേ ഞാൻ കണ്ടത് സെക്കൻഡ് ഷോ ആണ്. ഞാൻ വിചാരിച്ചത് ഒരു സീറ്റ് പോലും അങ്ങനെ വെറുതെ കാലിയായിട്ട് കിടക്കുക, എവിടെ വേണമെങ്കിൽ കയറി ഇരിക്കുക, കിട്ടിയ സീറ്റ് നമ്പർ നോക്കേണ്ടതാണ്. പക്ഷേ ഓൾമോസ്റ്റ് ഹാഫല്ല മോർ ദാൻ ഹാഫ് ഓഫ് ദി തിയേറ്റർ ഫുള്ളായിരുന്നു. ഫുൾ യൂത്തിനെ കൊണ്ടുവരാൻ ഈ ചങ്ങായിക്ക് പറ്റുന്നത്. സോ ക്രൗഡിനെ പുള്ളിയാനുള്ള ആ ഒരു മൂപ്പറുടെ ആ ഒരു പൊട്ടൻസി ആൻഡ് മൂപ്പർക്ക് ആ ഒരു ഹിറ്റ് ഡിമാൻഡ് ചെയ്യുന്നൊരു സാധനമായിട്ട് എനിക്ക് ഈ ഒരു പടം ഫീൽ ചെയ്തു. അതിനുള്ളിൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, കുഴപ്പമില്ല. പക്ഷേ കുറേ കൂടി നന്നാക്കായിരുന്ന കുറേ എലമെൻറ്റ്സ് സിനിമയിലുണ്ടായിരുന്നു. സിംപ്ലി റിട്രോ, ദേവര അല്ലെങ്കിൽ നമ്മൾ ഡ്യൂൺ എന്നീ പടങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള, ഞാൻ അതാണെങ്കിൽ ഒരു 1000 പടത്തിൽ കണ്ടിട്ടുള്ള അതേ കഥ തന്നെയാണെന്ന് പറഞ്ഞത്. ഒരു ചൂസൺ വൺ ആൾ വന്ന് രക്ഷിക്കും. ഈവൻ റിട്രോയുടെ ഒരു എക്സാക്റ്റ് കോപ്പി തന്നെയാണ്. അതിൽ ആൻഡമാനായിരുന്നെങ്കിൽ ഇതിൽ ശ്രീലങ്കയുടെ അടുത്തുള്ള ഏതൊരു ഐലൻഡ്, ഇത് മാത്രമേ ഇതിൽ ആകെ വ്യത്യാസമുള്ളൂ. സോ ഇത് വെച്ചിട്ടാണെങ്കിൽ ഒരു പടം മൊത്തം നമ്മൾ റിട്രോയിൽ കണ്ടിട്ടുള്ള സെയിം സാധനം തന്നെയാണെങ്കിലും ബിക്കോസ് ഓഫ് ദ ഡയറക്ഷൻ ആൻഡ് അനിരുദ്ധ് മ്യൂസിക്, ഈ 2 കാരണങ്ങൾ കൊണ്ട് ഈ സിനിമ നമ്മളെ ബോറടിപ്പിക്കാതെ ഒരു 2.25 മണിക്കൂർ ഇങ്ങനെ കൊണ്ടുപോകും. ഐ തിങ്ക് റൺ ടൈം അടക്കം റിട്രോയുടെ അതേ സാധനം തന്നെയാണ്. പക്ഷേ അതിൽ സൂര്യ ഉണ്ടായിട്ട് പോലും നമുക്ക് ആ കിട്ടാത്ത ഒരു സാധനം നമുക്കിതിൽ പല സമയത്തും കിട്ടും. പ്രത്യേകിച്ച് ഒരു സെക്കൻഡ് ഹാഫിലൊക്കെ എനിക്ക് വരുമ്പോൾ അത് നമുക്കറിയാവുന്ന, നമുക്ക് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സ്റ്റോറി ലൈൻ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഒരു പേജ് മറിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, ഇത് കഴിഞ്ഞു, ഞാൻ അടുത്ത സീൻ വരാൻ പോകുന്നത് ഇതാണ് നമുക്കറിയാവുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഇവിടെയാണ് ഇതാണ് സ്ലോ മോഷൻ വരിക, ഇവിടെ ഇങ്ങനെ ഒരു BGM ഉണ്ട്, ഇവിടെ ഒരു എലിവേഷൻ സീൻ ഉണ്ടാവും എന്നൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമേ സെക്കൻഡ് ഹാഫിലും അത് തന്നെയാണെങ്കിലും ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നമുക്ക് വരുന്നത് പടമായിട്ട് സെക്കൻഡ് ഹാഫിലാണ്. പക്ഷേ ഈ പടത്തിൻ്റെ ഒരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്, എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഞാനിത് 2 പാർട്ട് മൂവിയാണെന്ന് അറിയാതെയാണ് കണ്ടത്. ഒരു പ്രോപ്പർ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മൂവി കാണുക എന്നുള്ള ഫീലിലാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. ആൻഡ് പടത്തിൻ്റെ ഒരു ഫ്ലോയിൽ അങ്ങനെ ഒരു പടം നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഓക്കെ ഇപ്പോൾ കിട്ടോടാന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന ആ ഒരു സമയത്ത് ഈ പടം തീരും. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം എല്ലാവർക്കും സെക്കൻഡ് പാർട്ടും അല്ലെങ്കിൽ 2 പാർട്ട് മൂവി ഉണ്ട്. യൂത്തായിട്ട് അല്ലെങ്കിൽ യങ്ങായിട്ടുള്ള എല്ലാ തെലുങ്ക് ആക്ടേഴ്സിനും ഉണ്ട്. എനിക്കും വേണമെന്ന് പറഞ്ഞ് ഇരുന്ന് ചെയ്യിപ്പിച്ച, ഈ കൊല്ലൻ്റെ ആലയിൽ ഇരുന്ന് പണിയിപ്പിച്ചതെന്ന് പറയില്ല, അതേപോലെ ചെയ്യിപ്പിച്ചൊരു സാധനമായിട്ട് തോന്നി. ആക്ച്വലി ഇതിൻ്റെ ആ ഒരു ക്ലൈമാക്സ് പോർഷൻ ഒരു ഫസ്റ്റ് ഹാഫിൽ ഒരു ഇൻ്റർവൽ ബ്ലോക്ക് ആയി കിട്ടും. പിന്നെ ബാക്കി അങ്ങോട്ട് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. കാരണം അവസാനത്തേക്കൊക്കെ വരുമ്പോൾ ഒരു ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷനൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു നോർമൽ ഹ്യൂമൺ ആയിട്ടുണ്ടായിരുന്ന ആൾ ഒരു ഭയങ്കര ഈവിളിഷ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഭയങ്കര ഈവിളിഷ് എന്നല്ല, കുറച്ചും കൂടി ഒരു രാവണ ടൈപ്പ്, ഒരു ആൻറ്റഗോണിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡാർക്ക് സൈഡുള്ള ഒരു ക്യാരക്ടറൊക്കെ പോലെ ആക്കി മാറ്റുന്നുണ്ടായിരുന്നു. സ്റ്റിൽ ആൾ പ്രോട്ടഗോണിസ്റ്റ് തന്നെയാണ് എന്നുള്ള ഒരു മോഡ്. സോ ഇങ്ങനൊരാൾ ഇങ്ങനെയായി മാറിക്കഴിഞ്ഞ് എന്ത് ചെയ്യുന്നുള്ള ആ ഒരു മോഡിലേക്ക് സിനിമ മാറുമ്പോൾ അവിടെ നിന്നായിരുന്നു പിന്നെ സിനിമ അങ്ങോട്ട് എലിവേറ്റ് ചെയ്ത് പോകേണ്ടിയിരുന്നത്. ഞാൻ ആക്ച്വലി ഫോൺ എടുത്തിട്ട് ടൈം നോക്കിയായിരുന്നു അവസാനം. ഇത് കഴിഞ്ഞ ഇനി ഉണ്ടല്ലോ ടൈം 2.25 മണിക്കൂറല്ലേ, സോ ഇനി ചെയ്യാൻ അങ്ങനെ ആ ഒരു മോഡിലേക്ക് പടം എത്തി. അവിടെയാണ് എനിക്ക് ആക്ച്വലി ഈ പടം ഹുക്കായത്. അതുവരെ ഇങ്ങനെ ബ്ലൈൻഡായിട്ട് ഇങ്ങനെ സിമ്പിളായിട്ട് നമ്മൾ പ്രഡിക്റ്റബിളായിട്ട് പോയിക്കൊണ്ടിരുന്ന സാധനം ഒരു പോയിന്റ് എത്തുമ്പോൾ ചേഞ്ച് ആയപ്പോൾ പടം തീർന്നത് എനിക്കൊരു വലിയ പ്രശ്നമായിട്ട് തോന്നി. ഈവൻ സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് അനൗൺസ് ചെയ്തിട്ടൊന്നുമില്ല. ഓക്കെ ഇങ്ങനെ ആയിരിക്കും ഈ പടം, അല്ലെങ്കിൽ അവരൊക്കെ ഇനി ഇങ്ങനെ ആയിരിക്കും എന്നുള്ള രീതിയിലാണ് നിർത്തിയിട്ടുള്ളത്. അത് നല്ല കാര്യം തന്നെയാണ്. ഇതിന് പാർട്ട് 2 വരുന്നുണ്ട്, അല്ലെങ്കിൽ 2 പാർട്ടിൽ സെക്കൻഡ് പാർട്ട് ലോഡിംഗ് എന്നൊന്നും പറഞ്ഞ് കാണിക്കാത്തത് വലിയൊരു ആശ്വാസമായിട്ട് തോന്നും. കാരണം പല പടങ്ങൾക്കും ഇതുപോലെ ഇങ്ങനെ അനൗൺസ് ചെയ്ത് വെച്ചിട്ട് മാത്രമേ ഉള്ളൂ. ഇത് ചെയ്യുന്നവർക്കും അറിയാം, കാണുന്നത് നമുക്കും അറിയാം, ഇത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ആദ്യത്തെ പടം ഹിറ്റായില്ല, 2ാമത്തെ പടം വരുള്ളൂ എന്നുള്ള മൈൻഡ് എടുക്കുന്നവർക്കും ഉണ്ട്. സോ അങ്ങനെ ചെയ്യാതെ, അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട് ഇല്ല അല്ലെങ്കിൽ ഉണ്ട് എന്ന് കാണിക്കാത്തതും നല്ലൊരു ഐറ്റമായിട്ട് തോന്നി. എൻ്റെ പടത്തിന് മറ്റൊരു പ്രശ്നമായിട്ട് തോന്നിയത് ഇതിലെ മെയിൻ ആക്ടറായ വിജയ് ദേവരകൊണ്ട തന്നെയാണ്. പല ഇമോഷൻസും മൂപ്പര് കൺവേ ചെയ്യുമ്പോൾ കുറേ പേര് നോക്കുകയാണ് തിയേറ്ററിൽ. അത് ഒരു മൂപ്പര് പറയുമ്പോൾ അത് ഭയങ്കര ക്രിഞ്ചായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ആൾക്ക് പുള്ള് ചെയ്യാൻ പറ്റാത്തൊരു ക്യാരക്ടറിനേക്കാൾ കൂടുതലായിട്ട് ഈ സിനിമയിൽ തോന്നുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ പല സമയത്തും ഓക്കേഷായിട്ട് മൂപ്പര് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അനിരുദ്ധിൻ്റെ മ്യൂസിക് അത് ഈ സിനിമയെ പല സമയത്തും, ഇപ്പോൾ ഞാൻ ഇന്നലെ കണ്ട ഈ മഹാവതാർ നരസിംഹയിൽ സാം സിയസ് ചെയ്തു വെച്ച പോലെ തന്നെ അനിരുദ്ധിൻ്റെ വർക്ക് എന്താണെന്ന് നമുക്കറിയാം. അത് ഈ ചെയ്ത സാധനം തന്നെയാണ്. ചിലപ്പോൾ റിപ്പീറ്റ് അടിച്ചിട്ട് പടത്തിൽ ഫുള്ളായിട്ടുണ്ടാവും, അല്ലെങ്കിൽ പുതിയ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല, ഒരു 1-2 ട്രാക്ക് ഇട്ടിട്ടുണ്ടാവും, അത് വെച്ചിട്ടായിരിക്കും പടം മൊത്തം കൊണ്ടുപോവുക. പക്ഷെ ചെയ്യുന്ന സാധനം പല സീക്വൻസിലും വരുമ്പോൾ അത് ഇപ്പോൾ ഒരു ടെൻഷൻ ബിൽഡിങ് സീൻ ആയിക്കോട്ടെ, ഒരു ചെറിയ റെഡ് വെഡിങ് പോലത്തെ ഒരു സംഭവം ഇതിൽ കാണിക്കുന്നുണ്ട്. സോ അതിലെ ഇമോഷൻസൊക്കെ കൈകാര്യം ചെയ്യുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ കാണിക്കുമ്പോഴായിക്കോട്ടെ, അല്ലെങ്കിൽ ഇതാണ് ചൂസൺ വൺ എന്ന് കാണിക്കുമ്പോഴുള്ള ഒരു എപ്പിക് ബിൽഡപ്പ് ഉണ്ടല്ലോ, നമുക്കറിയാം ഇതാണ് നടക്കാൻ പോകുന്നത്, ഇതാണ് സീൻ.
പക്ഷെ ആ സീനിനെ ഇങ്ങനെ എലിവേറ്റ് ചെയ്യാൻ അനിരുദ്ധിൻ്റെ മ്യൂസിക് ഗംഭീരമായിട്ട് വർക്കായിട്ടുണ്ട് ഈ ഒരു പടത്തിൽ. ആ ഒരൊറ്റ കാരണം പിന്നെ ഇങ്ങരുടെ ഒരു ഡയറക്ഷൻ, ജേഴ്സിയുടെ ഒക്കെ ഡയറക്ടറാണ്. ഇത് രണ്ടും കൂടിയിട്ടാണ് ഈ ഒരു പടത്തിനെ ഇങ്ങനെ കൊണ്ടുപോയിട്ടുള്ളത്. ഒരുപക്ഷെ ഇവരില്ല, ഇനി വേറെ വല്ലവരായിരുന്നെങ്കിൽ ഒരുപക്ഷെ പറ്റിയിട്ടുണ്ടാവില്ല. സോ വിജയ് ദേവരകൊണ്ട മാക്സിമം ചെയ്തിട്ടും സ്ക്രീനിൽ വരാത്ത സാധനങ്ങളെ ഇവർ രണ്ടുപേരും, ഇതിൻ്റെ ഡയറക്ടറും മ്യൂസിക് ഡയറക്ടറും കൂടി എലിവേറ്റ് ചെയ്ത് ഒരു പരിധി വരെ ഓക്കേഷാക്കി വെച്ചിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞ്. കാരണം സ്ഥിരം കണ്ട സാധനം തന്നെയാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല ഇതിൽ. എങ്കിലും ഇവരുടെ ഡയറക്ഷൻ കാരണം, മ്യൂസിക് കാരണം ഒരു വട്ടം ഇങ്ങനെ എൻജോയ് ചെയ്ത് കണ്ടിരിക്കുക. ഇതിൽ ബാക്കിയുള്ളവരൊക്കെ എനിക്ക് വലിയ കാര്യമായിട്ട് തോന്നിയില്ല. പ്രത്യേകിച്ച് ഇതിലെ ആക്ട്രസ് സോംബി, ഇതിനും എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ സാധനം അതിൻ്റെ മുഖത്തില്ല. വെറുതെ കൊണ്ട് ഇങ്ങനെ ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. അങ്ങനെ ഒരു ക്യാരക്ടറിൻ്റെ ആവശ്യമില്ല പടത്തിൽ. എന്തോ അലമ്പാക്കി ഒരു ലവ് ട്രാക്ക് കൊണ്ടുപോകാത്തൊക്കെ ഭാഗ്യം. ഒരു പക്ഷേ ഇനി അടുത്ത പാട്ടിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. സോ അങ്ങനത്തെ ഒരു പടം അല്ലാത്തത് കൊണ്ട് സ്ഥിരം കാണുന്ന ഒരു ടിപ്പിക്കൽ മാസ് മസാല വേണമെങ്കിൽ ഇതിൽ സ്ഥിരം ഈ ഒരു ടെംപ്ലേറ്റിൽ നമ്മൾ കാണുന്നതാണ്. ഒരു ഐറ്റം ഡാൻസ്, ഒരു ഇൻട്രോ സോങ്, ദെൻ ഈ പറയുന്ന ഒരു റൊമാൻറ്റിക് സോങ്, ഇങ്ങനത്തെ ഒന്നുമില്ലാതെ ജസ്റ്റ് ഫസ്റ്റ് ഒരു ഒറ്റ പാട്ട് മാത്രമുണ്ട്. ഒരു ചേട്ടൻ അനിയൻ ഒരു ബോണ്ട് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാട്ട്, അത് മാത്രമുള്ള ഒരു പടത്തിൽ. സോ അത് തന്നെയാണ് ഈ പടത്തിൻ്റെ തീം. സോ പരമാവധി ക്ലീഷേഴ്സിനെ ബ്രേക്ക് ചെയ്ത് ആ ഒരു ക്രിഞ്ച് മൊമെൻറ്റ്സ് ഒക്കെ തന്നെ ഒട്ടുമിക്കത് ഒഴിവാക്കി ഒരു പരിധി വരെ കുഴപ്പമില്ലാത്തൊരു സാധനം ഡെലിവറി ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. അതിന് തന്നെയാണ് ഇവർ ശ്രമിച്ചിട്ടുള്ളതും. അതൊരു ഒരു ഓക്കേഷ് മോഡലുള്ള ഒരു പടം. എന്നെ സംബന്ധിച്ച് ഒരു മസ്റ്റ് വാച്ച് ഐറ്റം എന്നും ഞാൻ പറയില്ല, എന്നാൽ ഒരുപാട് മോശം പടം എന്നും പറയില്ല. നമ്മൾ കണ്ട സാധനങ്ങൾ തന്നെയാണ് പടത്തിലുള്ളതെങ്കിലും നമ്മളിങ്ങനെ വെറുതെ കുഴപ്പമില്ലാതെ നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് കണ്ടിരിക്കില്ല ആ രീതിയിലുള്ളൊരു പടം. അപ്പോൾ ഈ പടം നിങ്ങൾ കണ്ടവരാണെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.